തീർച്ചയായിട്ടും നമ്മുടെ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ഇതെന്താണ് സംഭവം, ചേട്ടൻ എന്താ മനസ്സിലാവുന്നത്? ഈ വ്യക്തിയെക്കുറിച്ച് മറ്റു തരത്തിലേക്കൊന്നും ഇവിടെ അഭിപ്രായ വ്യത്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കരുനാഗപ്പള്ളി പോലീസ് ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കാണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഇവിടെ നടക്കുന്നതായിട്ടും നടന്നിട്ടുള്ളതായും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലും ഈ കഴിഞ്ഞ ഇന്ന് പുലർച്ചെ വരെയും ഇങ്ങനൊരു കൊലപാതകം നടന്നതായി ഞങ്ങൾക്ക് ആർക്കും വ്യക്തമല്ലായിരുന്നു. പോലീസ് സ്ഥിരീകരിച്ചോ? പോലീസ് സ്ഥിരീകരിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പരിശോധന നടത്താൻ വേണ്ടി അതിനാവശ്യമായ തരത്തിൽ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിപ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിയുമായി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതി പറഞ്ഞ സ്ഥലത്ത് മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അത് പരിശോധനയ്ക്ക് ജനപ്രതി എന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ടാവുമല്ലോ? അല്ല, പോലീസ് അത്തരത്തിലേക്ക് നമ്മുടെ കേരള പോലീസിൻ്റെ രീതിയും പഴുതടച്ചുള്ള അന്വേഷണം എന്നുള്ള നിലയിൽ അവരവസാന നിമിഷം വരെയും അതിൽ വ്യക്തത വരുത്താൻ വേണ്ടി ഉറപ്പാക്കി മാത്രമേ അവർ കാര്യങ്ങൾ പുറത്തുവിടുകയുള്ളൂ. അത് നമ്മുടെ സംശയം എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഏതായാലും പോലീസ് ആ പ്രതിയെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഭാഗത്തായിട്ടാണ് എന്നുള്ള തരത്തിലേക്കാണ് സംശയിക്കപ്പെടുന്നത്. 2-3 ദിവസം ആയി കാണും, എന്തായാലും ഇത് മറവ് ചെയ്തിട്ട് 2-3 ദിവസം ആയി കാണും. അതെ, ഇപ്പോൾ പറയുന്ന അതനുസരിച്ചാണെങ്കിൽ 3 ദിവസത്തിലധികമായിട്ടുണ്ട്.